ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ കളയുന്നുണ്ട്. ഇത് അത്രയ്ക്ക് സ്റ്റിക്കി അല്ലാതിരുന്നത് കൊണ്ട് ഇത് ഇളക്കാനായിട്ട് നല്ല എളുപ്പമായിരുന്നു. ചില ബോട്ടിലൊക്കെ ഈ സ്റ്റിക്കർ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും, പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. സ്റ്റിക്കർ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ വലിയൊരു ബ്രഷാണ് എടുക്കുന്നത്. ഈ ബ്രഷ് ആകുമ്പോൾ മാക്സിമം കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിരിക്കും. അത് ഞാൻ ബോട്ടിലിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗം ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും 2-3 കോട്ട് ചെയ്തായിരുന്നു. നന്നായിട്ട് കവർ ചെയ്ത് വേണം നിൽക്കാൻ. ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം ഗ്ലാസിൻ്റെ ഭാഗമെല്ലാം മാക്സിമം കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്ലൂ കളർ ലേബിൾ വരുന്ന ആ ഭാഗം കൂടി ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം ലാസ്റ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കണം. അല്ലാതെയാണ് നമ്മൾ അടുത്ത കളറൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ കളർ ഫുള്ളും വീണ്ടും നമ്മുടെ കയ്യിലൊക്കെ ആവും. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് പറയുന്നൊരു വൈറ്റ് കളറും പിങ്ക് കളറും കൂടിയാണ്. അപ്പോൾ ഈ സമയം നമ്മളെ ബോട്ടിൽ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള പെയിൻറ്റ് നമ്മുടെ കയ്യിലാവാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഇതിൻ്റെ മേളിൽ പടം വരയ്ക്കാനായിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പിങ്ക് എടുത്തതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള കളറായതുകൊണ്ടാണ്. അപ്പോൾ ഈ കളറായിട്ട് മാച്ചായിട്ടുള്ള വേറെ ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബ്ലൂ എടുക്കാം, യെല്ലോ എടുക്കാം, ഏതെടുത്താലും ഭംഗിയുണ്ടാവും. എനിക്കിവിടെ ഈ കളർ ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. അപ്പോൾ ആദ്യം ഞാനിത് വെച്ചിട്ടൊരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചിത്രവും വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതിൽ ഫ്ലവറാണ് വരയ്ക്കുന്നത്. പിങ്കും വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ചിത്രമൊന്നും അധികം വരയ്ക്കാൻ അറിയാത്തവർക്കും ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യം കളർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് രണ്ടാമതൊരു കോട്ട് കൂടി അകത്തുനിന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഇതള് പോലെയൊക്കെ. ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറാക്കിയാണ് കൊടുത്തത്. അത് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് ഞാൻ വേറൊരു ഫ്ലവറോട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർഫ്ലൈ കൂടി വരച്ചെടുക്കുന്നുണ്ട്. വേറൊരു ബട്ടർഫ്ലൈയോട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ചിതുപോലെ ഗ്ലിറ്റേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ബഡ്സ് ഉപയോഗിച്ച് ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് വരച്ചേർക്കുന്നുണ്ട്. ബ്രഷ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ബഡ്സ് ഉപയോഗിച്ച് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. എന്തോ ഈ ബ്ലാക്കിൽ പിങ്ക് കളർ ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് തമ്മിലുള്ള ഒരു കളർ കോമ്പിനേഷൻ. ഇതാണ് ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.